والصلاة والسلام على من لا نبي بعده. സഹീഹ് തർഗീബ് തർഹീബിൽ ഹമ്മാമുമായി ബന്ധപ്പെട്ട പുരുഷന്മാരും സ്ത്രീകളും ഹമ്മാമിൽ പോകുന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഹദീസുകളാണ് കിതാബ് ത്വഹാറയിൽ നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അതിലടുത്ത ഹദീസ് വഅൻ ഉമ്മി ദർദാ റളിയല്ലാഹു അൻഹാ ഖാലത്ത്, ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖറജ്തു മിനൽ ഹമ്മാം, ഞാൻ ഹമ്മാമിൽ നിന്ന് വരികയായിരുന്നു. ഫലഖയനി അന്നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ കാണുകയും എന്നോട് ചോദിച്ചു, മിൻ ഐന യാ ഉമ്മു ദർദാ, ഉമ്മു ദർദാ നീ എവിടെ നിന്നാണ്? ഫഖുൽതു മിനൽ ഹമ്മാം, ഞാൻ പറഞ്ഞു ഞാൻ ഹമ്മാമിൽ നിന്ന് വരികയാണ്. ഫഖാല, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദിഹി, അല്ലാഹുവാണ് സത്യം, മാ മിൻ ഇംറഅത്തിൻ തൻസിഉ സിയാബഹാ ഫി ഗൈരി ബൈതി അഹദിൻ മിൻ ഉമ്മഹാതിഹാ, ഒരു സ്ത്രീ അവളുടെ വസ്ത്രം അഴിക്കുന്നത് അവളുടെ കുടുംബക്കാരുടെ അഥവാ അവളുടെ സ്വന്തം വീടോ ഭർത്താവിന്റെ വീടോ സഹോദരിമാരുടെയോ മറ്റോ വീട്ടിലല്ല എങ്കിൽ ഇല്ല വഹിയ ഹാതികത്തുൻ കുല്ല സിത്രിൻ ബൈനഹാ വബൈന റഹ്മാനി അസ്സ വജൽ, അവൾ ഈ പറഞ്ഞ അവളുടെ കുടുംബക്കാരുടെ മറ്റോ വീട്ടിലല്ലാതെയാണ് അവൾ വസ്ത്രം അഴിക്കുന്നത് എങ്കിൽ അവൾ അവളുടെയും റഹ്മാനായ അള്ളാഹുവിന്റെയും ഇടയിലുള്ള എല്ലാ മറയും കീറിയിരിക്കുന്നു, ഇല്ലാതാക്കിയിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഹമ്മാമിലേക്ക് പുരുഷന്മാർ പോകുന്നതിനുള്ള നിബന്ധന അവർ ഇജാറ മുട്ടുപൊക്കലിനിടയിൽ മറക്കുന്ന വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം. സ്ത്രീകൾക്ക് പോകാൻ പാടില്ല എന്നും പറഞ്ഞു. ഇവിടെ ഹമ്മാം എന്നുള്ളതിന്റെ ആശയം പലർക്കും മനസ്സിലായില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പബ്ലിക് ടോയ്ലറ്റ് അല്ല അതുകൊണ്ട് ഉദ്ദേശം. ചില ആളുകൾ അങ്ങനെ ധരിച്ചു പോയിട്ടുണ്ട്. പബ്ലിക് ടോയ്ലറ്റ് അല്ല ഹമ്മാം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് വെള്ളമെടുക്കാനുള്ള പൊതുവായിട്ടുള്ള സൗകര്യവും മറ്റുള്ള ആളുകൾ അതിനു ചുറ്റുമായിക്കൊണ്ട് പ്രത്യേകിച്ച് മറയില്ലാതെ കുളിക്കുകയും മറ്റും ചെയ്യുന്നതാണ് ഹമ്മാം. നമ്മുടെ നാടുകളിലൊക്കെ കുറച്ച് മറ്റേ കുളത്തിലൊക്കെ പോയിട്ട് പണ്ട് കുളിക്കാറുള്ള പോലെ ആളുകൾ പൊതുവായിട്ട് ഒരു വെള്ളം ഉപയോഗിക്കുന്നതിന്, അതാണ് ഹമ്മാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പൊതുവായിട്ടൊരു നാട്ടിലുണ്ടാകും, പുരുഷന്മാർക്കുള്ളത് സ്ത്രീകൾക്കുള്ളത്, അങ്ങനെ അതാണ് ഹമ്മാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഹദീസിൽ ഉമ്മു ദർദാ റളിയല്ലാഹു അൻഹ ഒരിക്കൽ ഹമ്മാമിൽ നിന്ന് വരുന്ന സമയത്ത്, അതന്ന് അവർ പൊതുവായി ഉപയോഗിച്ചിരുന്ന കാര്യമാണ്, വരുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടു. അപ്പോൾ ഹമ്മാമിൽ നിന്നാണെന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വിഷയമാണ്, ഒരു സ്ത്രീ അവളുടെ കുടുംബക്കാരുടെ അഥവാ അവളുടെ സ്വന്തം വീട്, ഉപ്പാന്റെ ഉമ്മാന്റെ സഹോദരിമാരുടെ അല്ലെങ്കിൽ ഭർത്താവിന്റെ അതല്ലാത്ത ഒരു സ്ഥലത്ത് വെച്ച് അവൾ വസ്ത്രം അഴിക്കുക എന്നുള്ളത്, അങ്ങനെ ചെയ്താൽ അവളുടെയും റഹ്മാനായ റബ്ബിന്റെയും ഇടയിൽ ഉള്ള മറ അവൾ നീക്കിയിരിക്കുന്നു, തകർത്തിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശം? ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്ന പ്രധാനപ്പെട്ട ആശയം, ഇതും ഇതുപോലെയുള്ള ബാക്കിയുള്ള ഹദീസുകളിൽ നിന്നും ഉദ്ദേശിക്കുന്നത്, ഒരു സ്ത്രീ അവളുടെ വസ്ത്രം അഴിക്കുമ്പോൾ അല്ലെങ്കിൽ അവളുടെ ഔറത്ത് വെളിവാകുന്ന സന്ദർഭത്തിൽ അവൾ സുരക്ഷിതയായിരിക്കണം. മറ്റൊരു അന്യപുരുഷനോ അല്ലെങ്കിൽ മറ്റാരെങ്കിലുമോ അവളുടെ ഔറത്ത് കാണുന്ന രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ആ സുരക്ഷിതത്വം ഉണ്ടെങ്കിൽ മാത്രമാണ് ആ സ്ത്രീ വസ്ത്രം അഴിക്കാൻ പാടുകയുള്ളൂ. അഥവാ കുളിക്കുന്നതുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ വസ്ത്രം മാറ്റുന്നതുമായി ബന്ധപ്പെട്ടെല്ലാം അവൾക്ക് സുരക്ഷിതത്വം ലഭിക്കുന്ന അവളുടെ ഭർത്താവിന്റെ വീട്ടിൽ നിന്നോ അല്ലെങ്കിൽ അവളുടെ സ്വന്തം വീട്ടിൽ നിന്നോ ആയിരിക്കണം. അല്ലാതെ മറ്റുള്ള ആളുകൾ കാണാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ആ രീതിയിലെല്ലാം ഭയപ്പെടുന്ന സാഹചര്യങ്ങൾ വെച്ച് അവൾ വസ്ത്രം മാറ്റാൻ പാടില്ല. ഇപ്പോൾ ഇന്ന് കാലത്ത് പല സ്ഥലങ്ങളിലും ടെസ്റ്റിംഗ് റൂമുകളുണ്ട്, അതുപോലുള്ള കാര്യങ്ങളുണ്ട്. അവിടെയൊക്കെ ഇത് ബാധകമാണ്. ആ സുരക്ഷിതത്വം ഇല്ല എങ്കിൽ അവിടെ ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവൾ വസ്ത്രം മാറ്റാനോ വസ്ത്രം അഴിക്കാനോ പാടില്ല. സുരക്ഷിതത്വം ഉണ്ട് എങ്കിൽ വേറെ ആളും കാണില്ല എന്നുള്ള ആ സംരക്ഷണമുണ്ട് എങ്കിൽ കുഴപ്പമില്ല. അതല്ല എങ്കിൽ സൂക്ഷിക്കേണ്ടതാണ്, ചെയ്യാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസ് കൊണ്ടും ബാക്കിയുള്ള ഹദീസ് കൊണ്ടും പറഞ്ഞിട്ടുണ്ട്. അതാണ് അതുകൊണ്ടുള്ള ഉദ്ദേശം. وعن أبي المليح الحذلي رضي الله عنه أن نساء من أهل حمص أو من أهل الشام دخلن على عائشة رضي الله عنها فقالت, അഹ്ലു ഷാമിൽ നിന്നോ മറ്റോ ഉള്ള കുറച്ച് സ്ത്രീകൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നു. ഫഖാലത്ത്, അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചു, അൻതുന്ന അല്ലാതി യദ്ഖുൽന നിസാഉകും അൽ ഹമ്മാമാത്ത്, നിങ്ങളാണോ സ്ത്രീകൾ, നിങ്ങളുടെ സ്ത്രീകളെയാണോ നിങ്ങൾ ഹമ്മാമിലേക്ക് പോയത്, നിങ്ങളുടെ കൂട്ടമാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് പറഞ്ഞു, സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ,
سمعت رسول الله صلى الله عليه وسلم يقول ما من امرأة أنتن اللاتي يدخلن نساءكن ما من امرأة تضع ثيابها في غير بيت زوجها إلا هتكت الستر بينها وبين ربها. ഏതൊരു സ്ത്രീയാണോ അവളുടെ വസ്ത്രങ്ങൾ അഴിക്കുന്നത് അവളുടെ ഭർത്താവിന്റെ വീട്ടിലല്ലാതെ വേറെ എവിടെയെങ്കിലും വെച്ച് അവൾ അള്ളാഹുവിന്റെയും അവളുടെയും ഇടയിലുള്ള മറ അവൾ പിച്ചു ചീന്തിയിരിക്കുന്നു എന്ന് നേരത്തെ പറഞ്ഞ അതേ ആശയം. അവൾക്ക് സംരക്ഷണമുള്ള സുരക്ഷിതത്വമുള്ള സ്ഥലത്ത് മാത്രമാണ് അവൾക്ക് വസ്ത്രം അഴിക്കാൻ അല്ലെങ്കിൽ വസ്ത്രം മാറാനോ മറ്റോ ഉള്ള അവകാശമുള്ളത്. അതല്ലാത്ത മറ്റുള്ള ആളുകൾ കാണും അല്ലെങ്കിൽ അതിനുള്ള സാഹചര്യമുണ്ട് എന്നുള്ള നിലയ്ക്ക് അവർ പാടില്ലാത്ത കാര്യമാണ്. متى الحديث وروى أحمد وأبو يعلى والطبراني والحاكم أيضا من طريق الدراج أبي السمح عن السائب أن نساء دخلن على أم سلمة رضي الله عنها فسألتهن من أنتن قلن من أهل حمص. سلمة رضي الله عنها لكلهم കുറച്ച് സ്ത്രീകൾ വന്നു. അവർ ഈ ഒരു നാട്ടിൽ നിന്നാണ് വന്നത് പറഞ്ഞു. قالت من أصحاب الحمامات. അപ്പോൾ സലമ റളിയല്ലാഹു അൻഹ അങ്ങോട്ട് ചോദിച്ചു, ഹമ്മാമാത്തിൽ പോയ ആളുകളുടെ കൂട്ടത്തിലുള്ളവരാണോ? ഖുൽന വബിഹാ ബഅസുൻ. അപ്പോൾ സ്ത്രീകൾ ചോദിച്ചു, അതിനെന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഹമ്മാമത്തിൽ പോകാൻ പാടില്ലേ? കാരണം അവരുടെ ശീലമായിട്ടുള്ളൊരു കാര്യമാണ്, അപ്പൊ അത് പാടില്ലേ എന്ന് ചോദിച്ചു. ഖാലത്ത് സമീഅതു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞാൻ കേട്ടിട്ടുണ്ട് أيما امرأة نزعت ثيابها في غير بيتها خرق الله عنها سترة. അവളുടെ വീട്ടിലല്ലാതെ അവളുടെ വസ്ത്രം അഴിക്കുകയാണ് എങ്കിൽ അള്ളാഹു അവളുടെ മറ നിൽക്കുന്നത്, അതായത് സുരക്ഷിതത്വം ഉണ്ടാവൂല. സ്ത്രീകൾക്ക് അവരുടെ വീട്ടിലോ മറ്റോ ലഭിക്കുന്നത് പോലെ ഒരു സംരക്ഷണം ലഭിക്കില്ല. ഇന്ന് ഒന്നുകൂടി സൗകര്യമുള്ളൊരു കാലത്താണ്. പക്ഷെ മുൻപ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാലത്ത് ബാക്കിയുള്ള സ്വന്തം വീട്ടിന്റെ ആ സൗകര്യവും സുരക്ഷിതത്വവും വേറെ പുറത്ത് ലഭിക്കില്ല. അപ്പൊ അതുകൊണ്ടാണ് ഗൗരവത്തിൽ ഈ കാര്യത്തെ ഓർമ്മപ്പെടുത്തിയിട്ടുള്ളത്. ഈ ഫസ്ലിലെ അവസാനത്തെ ഹദീസ് വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ്, മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ. ആരാണ് അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നത്, ഫലാ യദ്ഖുലുൽ ഹമ്മാമ ഇല്ലാ ബിമിഅ്സറിൻ. അവൻ ഇസാറത്തില്ലാതെ മുട്ടുപൊക്കലിനിടയിൽ മറയുന്ന വസ്ത്രമില്ലാതെ ഹമ്മാമിൽ പ്രവേശിക്കരുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യുദ്ഖിൽ ഹലീലതഹു അൽ ഹമ്മാം. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ അവന്റെ ഭാര്യയെ ഹമ്മാമിലേക്ക് പറഞ്ഞയക്കരുത്, അതിന് അനുവാദം കൊടുക്കരുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യശ്റബിൽ ഹംറ. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്നവൻ മദ്യപിക്കരുത്. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യജ്ലിസ് അലാ മാഇദത്തിൻ യുശ്റബു അലൈഹാ അൽ ഖംർ. മദ്യം വിളമ്പുന്ന ഒരു ഭക്ഷണത്തളികയിലേക്ക് അവൻ ഇരിക്കാൻ പാടില്ല. അവൻ ആ ഭക്ഷണം വിളമ്പുന്നുണ്ട്, പക്ഷെ അതിൽ മദ്യം വിളമ്പുന്നതാണെങ്കിൽ അവൻ അതിലിരിക്കാൻ പാടില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫലാ യഖ്ലുവന്ന ബിംറഅത്തിൻ ലൈസ ബൈനഹു വബൈനഹാ മഹ്റമുൻ. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന ഒരുവൻ അവനും ഒരു സ്ത്രീയുമായിട്ട് സ്ത്രീയുടെ മെഹ്റമില്ലാതെ ഒറ്റക്കാവുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അൽ ഖൽവ എന്ന് പറഞ്ഞ രണ്ടാളുകൾ മാത്രം ഒറ്റക്കാകുന്നതിനാണ് പറയുന്നത്. അപ്പോ സ്ത്രീകളുമായിട്ട് അന്യ സ്ത്രീകളുമായിട്ട് ഒറ്റക്കാകുക എന്നുള്ളത് ഗൗരവമുള്ള വിഷയമാണ്. ധാരാളം ഹദീസുകൾ ആ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അതായത് ഒരു അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുകയാണെങ്കിൽ പിന്നെ മൂന്നാമത്തേത് അവിടെ ശൈത്താനാണ് ഉണ്ടാവുക. ശൈത്താൻ അവരിൽ പല വസ്വാസുകൾ ഇട്ടുകൊടുക്കുകയും അത് പല അപകടങ്ങളിലേക്കും എത്തിക്കുന്ന അവസ്ഥയുണ്ടാകും. അതുപോലെ തന്നെ ഇനി അത് കുടുംബക്കാരാണെങ്കിലോ, ഭർത്താവിന്റെ സഹോദരങ്ങൾ, അങ്ങ് ഭർത്താവിന്റെ കസിൻസ്, അങ്ങനെയുള്ള ആളുകളൊക്കെ ആണെങ്കിലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അൽ ഹംബു അൽ മൗത്ത്. തന്റെ ഭർത്താവിന്റെ ജ്യേഷ്ഠൻ, അനിയൻ, ഭർത്താവിന്റെ കസിൻസ്, അങ്ങനെയുള്ള ആളുകളുമായിട്ട് കൂടുതൽ വീടുകളിലെല്ലാം ഒരുമിച്ച് താമസിക്കുന്ന വീടുകളിലെല്ലാം ഇടപഴകാൻ സാധ്യത ഉള്ളതാണ്. അങ്ങനെയുള്ളത് പുറത്തുള്ളവരെക്കാൾ മരണമാണ്, അങ്ങനെയുള്ളത് മരണമാണ് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളത്. ഇന്ന് ധാരാളം ആളുകൾ ഇതൊക്കെ പഴഞ്ചൻ നിയമമാണ്, അല്ലെങ്കിൽ ഇതൊന്നും അനുസരിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ്, അങ്ങനെയൊന്നും കുഴപ്പങ്ങളില്ല എന്ന് പറഞ്ഞ് ഒരു ഇതിലെല്ലാം ഒരു തസാഹുൽ, അഴകുഴമ്പ്
രണ്ടാം നിലപാടുകൾ എടുക്കുന്നത് കാണാം. അതിന്റെ അപകടം എന്താണ്? പല ആളുകളും പല വീടുകളിലും പല കാര്യങ്ങളിലും പലതരത്തിലുള്ള തിന്മകളിലേക്കും അപകടങ്ങളിലേക്കും ഇത് വഴിയൊരുക്കുകയാണ്. അപ്പോൾ അന്യ സ്ത്രീയും പുരുഷനും ഒറ്റക്കാവുക എന്നുള്ളത് ഏത് സാഹചര്യത്തിലാണെങ്കിലും പാടില്ലാത്ത കാര്യമാണ്. അല്ലെങ്കിൽ രണ്ട് സ്ത്രീകൾ അവിടെ ഉണ്ടായിരിക്കണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിലാണെങ്കിൽ. അതിൽ മെഹ്റം നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒറ്റക്കാകുന്ന ഒരു സ്ഥലത്ത് ഒറ്റക്കാകുന്ന ഒരു സാഹചര്യം അപകടങ്ങളിലേക്ക്, വളരെ വലിയ അപകടങ്ങളിലേക്ക് വഴിയൊരുക്കുകയും വലിയ നാശത്തിലേക്ക് എത്തിക്കുകയും ചെയ്യും. അപ്പൊ ഈ കാര്യങ്ങളെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ എന്ന് പറഞ്ഞുകൊണ്ടാണ്. അല്ലാഹുവിലും പരലോകത്തിലും വിശ്വസിക്കുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങൾക്ക് പാടില്ലാത്ത കാര്യങ്ങളാണ്. ബറകല്ലാഹു ഫീക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.